ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ ട്രെൻഡ് ഓഫ് യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും അത് കണ്ടു ഷോക്കായി എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പയറി ഡേ ആയിട്ട് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ 25,600 എന്ന ലെവലിൽ നിന്ന് എന്താണ് നിഫ്റ്റി ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാജിക് കാണാൻ കഴിയുന്നതാണ്. സോ അതാണ് പ്രൈസ് ആക്ഷൻ വെച്ചുള്ള അനാലിസിസ്. ഓക്കെ, നമ്മുടെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായി എന്നുള്ള അനാലിസിസ് അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇത് സൂപ്പർ സയൻസ് ഒന്നുമല്ല. സോ അത് വെച്ച് ഞാനുള്ള ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പം എൻ്റെ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അവർ പഠിച്ചു വരുന്നു. സോ അവരും മുന്നോട്ട് ഇങ്ങനെ മെല്ലെ ചെയ്തു തുടങ്ങും. കാരണം അവർ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ അവരും മെല്ലെ ഓരോ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മെല്ലെ അവരും ഈ ഒരു സ്റ്റേജിലോട്ട് ഷുവറായിട്ടും ഞാൻ അവരെ എല്ലാവരെയും എത്തിക്കും. ഓക്കെ, സോ അപ്കമിങ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബയോയിൽ ലിങ്ക് ഉണ്ടാവും, യു ക്യാൻ ജോയിൻ, രജിസ്റ്റർ ചെയ്തിട്ട്. ആൻഡ് നാളത്തെ അനാലിസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നാളെ എന്തായിരിക്കും നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ? നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ഉള്ളത് നല്ല വോളിയം ക്യാൻഡിലോട് കൂടി, നല്ല ഒരു സ്ട്രോങ് വോളിയം ക്യാൻഡിലോട് കൂടി ഈ 25,467 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 25,767 അല്ലെങ്കിൽ 761 ഈ റേഞ്ച്, ഓക്കെ 760 നോക്കിയാൽ മതി നിങ്ങൾ. 760 മുകളിൽ ഒരു ക്ലോസ് ആയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 25,999, ഓക്കെ 25,900 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 26,000 ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് മുകളിലുണ്ടാവുക. ഓക്കെ, ആൻഡ് അതല്ല നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് 25,663 നിന്ന് ഒരു ബൈയിങ് കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിലോട്ട് പോവാം. അതായത് ഒരു ബൈ എൻട്രിയിലോട്ട് തന്നെ പോവാം. അത് ബൈ എൻട്രി നമുക്ക് രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് 25,760 മുകളിലും, അല്ലെങ്കിൽ ഒന്ന് താഴോട്ട് വന്നിട്ട് 25,663 ഇവിടുന്ന് ഇതേപോലെ സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽ കാണുകയാണെങ്കിൽ ഇവിടുന്നാണ് നമുക്ക് ബൈ എടുക്കാം. അത് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അതല്ല ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ 25,663 താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാളെ ട്രേഡ് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യാം. ഒരു നോ ട്രേഡിംഗ് സോണായിട്ട് ഇതിനെ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 25,660 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 25,527 ആൻഡ് 25,745 ഇതായിരിക്കും നമ്മുടെ താഴോട്ടുള്ള രണ്ട് ടാർഗറ്റ്. സോ താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് 25,527 ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടുന്ന് നിഫ്റ്റി ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതാണ് നമ്മുടെ നാളത്തെ ലെവൽസും ടാർഗറ്റ്സും. മനസ്സിലായല്ലോ? 25,767 മുകളിൽ 25,767 മുകളിൽ ഒരു വോളിയം ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈ ട്രേഡിലോട്ട് പോകും. അതല്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് വന്നിട്ട് 25,663 ടച്ച് ചെയ്തിട്ട് പിന്നെ ഒരു ബുള്ളിഷ് സിനാരിയോ കാണുകയാണെങ്കിൽ നമ്മൾ ബൈയിലോട്ട് പോകും. ഓക്കെ, രണ്ട് ബൈ സിനാരിയോ 25,767 മുകളിലും 25,663 ടച്ച് ചെയ്തിട്ട് ബൗൺസ് ചെയ്യുമ്പോൾ രണ്ടും നമ്മുടെ ബൈ ആണ്. അതല്ല താഴോട്ട് വന്നിട്ട് 25,000 ഇവിടെ ഒന്നും നിഫ്റ്റി സ്റ്റോപ്പ് ആയില്ല, നേരെ ക്യാൻഡിൽ ഫോളോ ആവുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 25,600 ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ക്യാൻഡിൽ, ഇതേപോലത്തെ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,527 വരെ ട്രേഡ് ചെയ്യാം. ഒരു പുട്ട് എൻട്രി 25,527 ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യുക. കാരണം അവിടുന്ന് പിന്നെയും ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അവിടുന്ന് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളത്തേക്ക് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്സ് ഏതാണെന്ന് വെച്ചാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 911 മുകളിൽ നമുക്ക് നോക്കാം.
23 നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ആൻഡ് RVNലില്ല. ഓക്കെ, ടൊറൻറ്റ് ഫാർമ 3955 മുകളിൽ നമുക്കൊരു ബൈ ട്രേഡ് നോക്കാം. 35995 മുകളിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് ആൻഡ് ടൊറൻറ്റ് ഫാർമ, ഇത് രണ്ടും നമ്മുടെ നാളത്തേക്കുള്ള മുകളിലോട്ടുള്ള എൻട്രീസ് ആണ്. വേറെ ഓക്കെ, ഇത് 2, ഇത് രണ്ടെണ്ണം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോളോ ഹോസ്പിറ്റൽസ് എബോവ് 7308 ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഞാൻ നോക്കിയപ്പം ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഇന്ന് അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നില്ല. 7308 മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ എൻട്രി നോക്കാം. ഓക്കെ, സോ ഇൻഡസ്ഇൻഡ് ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ ആൻഡ് ടൊറൻറ്റ് ഫാർമ, ഇത് മൂന്നും മാർക്ക് ചെയ്ത് വെച്ചോ. ബട്ട് ഇതെല്ലാം ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ, ഇറ്റ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. സോ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾ ഓൺ റിസ്കിലും നിങ്ങൾ ഓൺ അനാലിസിസിലും വേണം ട്രേഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പ്ലീസ് ഫ്രീ ടു കോൾ ടു മീ. നമ്മുടെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. 3rd ബാച്ചിലോട്ടുള്ള ഫസ്റ്റ് ബാച്ച് ഏകദേശം നിങ്ങളുടെ കഴിയാറായി. 2nd ബാച്ച് സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് വീക്ക്. സോ 3rd ബാച്ചിലോട്ട് അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. വി ക്യാൻ കോൾ അസ് ആൻഡ് എന്നെ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ കോൾ ചെയ്താൽ മതി, അരുൺ. സോ നമുക്ക് അഡ്മിഷൻ നിങ്ങളുടെ സീറ്റ് ഇപ്പോഴും ബുക്ക് ചെയ്ത് വെക്കാം. ഓൺലി ലിമിറ്റഡ് സീറ്റാണ് നമ്മൾ എപ്പോഴും വെക്കാറ്, 10 to 15 സീറ്റ്സ് ഓൺലി. കാരണം എല്ലാവരെയും നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാം, ഫ്രീ ടു ജോയിൻ ആൻഡ് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ലേൺ ഫസ്റ്റ് ആൻഡ് ഏൺ സെക്കൻഡ്. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.